അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം എല്ലാ വർഷവും നവംബർ 14 മുതൽ 20 വരെ ആണ് നടത്തുന്നത്. ഈ വർഷം നവംബർ 14-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ആശിഷ് കൺവെൻഷൻ സെൻ്ററിൽ നടത്തുകയും അതിൻ്റെ സമാപനം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന സഹകരണ വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ആ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ. അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായി കേരളത്തിൻ്റെ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് പങ്കെടുക്കുകയും ചെയ്യും. ഇതിനകത്ത് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമുറിക്കലും ആണ്. 14-ാം തീയതി രാവിലെ 8:30 മണിക്ക് കളമശ്ശേരിയിൽ സഹകരണ പതാക ഉയർന്നതോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനകത്ത് ആ വിഷയം നവകേരള നിർമ്മിതി, സഹകരണ സ്ഥാപനങ്ങളും പ്രാദേശിക സർക്കാരുകളും എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രബന്ധം ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവതരിപ്പിക്കുകയും അതിനകത്ത് ചർച്ചയ്ക്കകത്ത് ഡോക്ടർ വീണ N മാധവൻ IAS അധ്യക്ഷം വഹിക്കുന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ C രവീന്ദ്രനാഥ് പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതിനകത്ത് സംരംഭകത്വം, തൊഴിൽ നൈപുണ്യ വികസനം എന്ന പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സഹകരണ മേഖലയുടെ പങ്ക് എന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നത്. ഡോക്ടർ D സജിത് ബാബു IAS ഒരു വിഷയം അവതരിപ്പിക്കും. ഡോക്ടർ MM മോനായി, അഡ്വക്കേറ്റ് MM മോനായി, കരകുളം കൃഷ്ണപിള്ള തുടങ്ങിയിട്ടുള്ളവർ ചർച്ച നയിക്കും. വളരെ വിപുലമായ നിലയ്ക്ക് എറണാകുളം ജില്ലയ്ക്ക് വന്നിട്ടുള്ള ഈ ഭാഗ്യം അത് അതിഗംഭീരമായി നടത്താനാണ് സ്വാഗത സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനകത്ത് സഹകരണ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള ഒട്ടേറെ പേർ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. എറണാകുളം മുതൽ തെക്കോട്ട് തിരുവനന്തപുരം വരെയുള്ള 7 ജില്ലകളിൽ നിന്ന് 1300 പ്രതിനിധികളാണ് സഹകരണ വാരാഘോഷത്തിൻ്റെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ സഹകരണ മേഖല ഇന്ന് ഈ കടന്നാക്രമണം നേരിടുന്ന ഒരു ഘട്ടത്തിലാണ്. സഹകരണ മേഖലയുടെ പ്രസക്തിയെ സംബന്ധിച്ച് ഈ സഹകരണ വാരാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ചർച്ചയ്ക്കകത്ത് ഉയർന്നു വരുന്നത്. ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെയും നല്ല സഹകരണവും പിന്തുണയും ആവശ്യമാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ നല്ല നിലയ്ക്കുള്ള സഹായം ചെയ്തു തരണം. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ്.